അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു 6 വയസ്സ് കഴിഞ്ഞ് അവളുടെ 12th ബർത്ത്ഡേക്ക് അവൾക്ക് ഇത് കാണാമല്ലോ. അപ്പോൾ ഐ എം സോ മച്ച് എക്സൈറ്റഡ് ഇതൊക്കെ കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ കാണാൻ. വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ജംഷാനിന്റെ മുഖം ഇതൊരു പെട്ടിക്കായാലോ. ബാ, ഇത് ആക്ച്വലി പെട്ടിയല്ല, കവറാണ്. ടെമുന്നുള്ള പർച്ചേസാണിത്. ഇത് ഞാൻ തുറക്കാം. അതിനു മുൻപ് ഞാനൊരു വെറുമൊരു ഷോപ്പിംഗ് പ്രാന്തിയാണ് ഗൈസ്, വെറുമൊരു ഷോപ്പിംഗ് പ്രാന്തി. അതായത് നാട്ടിലുള്ളപ്പോഴായാലും എപ്പോഴും എനിക്ക് പർച്ചേസ് ഉണ്ടാവുക വെച്ചാൽ ഒന്നെങ്കിൽ മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ മേടിച്ച് റിട്ടേൺ കൊടുക്കാനായിരിക്കും, പിന്നെ റിട്ടേൺ കൊടുത്തത് വീണ്ടും റിട്ടേൺ കൊടുക്കാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് ഓർഡർ ചെയ്യാനുണ്ടാവും. മെയിനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, പർപ്പിൾ. ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ട്രെൻഡിയോൾ, ടെമു, ഷെയിൻ അങ്ങനെയൊക്കെ പോയി തുടങ്ങിയത്. അപ്പം ടെമുന്ന് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേടിക്കാറുണ്ട്. എപ്പോഴും മേടിക്കുമ്പോഴും ഇപ്പം ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അത് മൊത്തം ഫേക്കാണ്, ഓർഡർ ചെയ്തതല്ല വരുന്നത്, തെറ്റായിട്ടാണ് വരുന്നത്, ഡ്രസ്സൊക്കെ മേടിച്ചാൽ ഒന്നെങ്കിൽ വലുതാവും ചെറുതാവും. അത് ആക്ച്വലി എന്താ പറയുക വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഇഫ് ടെമുന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ കണ്ട് മേടിക്കരുത് ഗൈസ്. അതിൻ്റെ ലെങ്ത്തൊക്കെ പറയുന്നത് കറക്റ്റ് ആണെന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ മേടിക്കും. ഞാൻ ഡ്യുവറ്റ് കവേഴ്സ് ടെമുന്നാണ് മേടിക്കൽ. അത് നല്ലോണം നോക്കി സെൻറ്റിമീറ്ററും അതിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ നോക്കിയിട്ട് മേടിക്കൽ. പക്ഷെ അടിപൊളിയായിരിക്കും, നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ അതുതന്നെയാണ് സ്ഥിരമായിട്ട് മേടിക്കാറ്. അങ്ങനെ അത് മാത്രമല്ല, ഫോൺ കവേഴ്സ് ഞാൻ സ്ഥിരമായിട്ട് ടെമുന്നാണ് മേടിക്കൽ. പിന്നെ അയ്യോ ഈ നൈറ്റ് ഡ്രസ്സ് ടെമുന്നാണ്. എനിക്ക് തോന്നുന്നത് 3.5 റിയാലോ അങ്ങനെ ആ റേഞ്ചിൽ എന്തോന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിലും കുറവ് റേറ്റ് വരാറുണ്ട് ഓഫറിലൊക്കെ ഉള്ളപ്പോൾ. ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ടപ്പോൾ മേടിച്ചു എന്ന് മാത്രം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാൻ എത്രയോ തവണ ടെമുവിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യും, ചിലപ്പോൾ 1-2 റിട്ടേൺ കൊടുക്കാനുണ്ടാവും. റിട്ടേൺ കൊടുത്തിട്ട് വേറെ മേടിക്കും. ചിലതിപ്പം 2 റിയാലിൻ്റെ താഴേക്കുള്ള സാധനങ്ങൾ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അവർ പറയും പൈസ തരാം, സാധനം കയ്യിൽ വെച്ചോ. അങ്ങനെ പറയണവരുണ്ട് കേട്ടോ അവർ. ഇപ്രാവശ്യം തന്നെ ഈ ഓർഡർ ആക്ച്വലി ഞാൻ പൊട്ടിച്ചു കഴിക്കും. ബിക്കോസ് ഒരു 4-5 ദിവസം മുമ്പ് വന്നതായിരുന്നു ഇത്. കാരണം ഇതിൽ എന്തെങ്കിലും മീൻസ് തെറ്റുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ കൊടുക്കണമല്ലോ, അതിന് വേണ്ടി ഞാൻ പൊട്ടിച്ചു. ബട്ട് ഞാൻ മൊത്തത്തിൽ ജസ്റ്റ് എല്ലാതും ഉണ്ടെന്നേ നോക്കിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത ഒരെണ്ണത്തിൻ്റെ ഐറ്റത്തിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ ഞാനത് റിട്ടേൺ മെൻഷൻ ചെയ്തിട്ടു. അപ്പോൾ അവർ പറയാം സാരില്ല കയ്യിൽ വെച്ചോ, പൈസ ഞാൻ തരാം. അങ്ങനെ ഇടക്കിടക്ക് സ്നേഹിക്കാറുണ്ട് ടെമു. അപ്പോൾ നോക്കിയാലോ. ഫസ്റ്റ് വൺ. കുറേ ആയി ഞാനിത് നോക്കി വെക്കുന്നു. എപ്പോഴും ഞാൻ നോക്കുമ്പോഴും മേടിക്കാൻ പറ്റാറില്ല. കൊള്ളാം അല്ലേ? പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ, പൊട്ട സാധനം. അങ്ങനെയില്ല, ഇവിടെ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ടൈപ്പ് എന്തെങ്കിലും ആണെന്ന് വെച്ചു. ഇത് വെറും പ്ലാസ്റ്റിക് ഇടൂ, പിന്നെ ചുമ്മാ ഒരു രസത്തിനൊക്കെ വെക്കാം. പക്ഷെ എനിക്ക് വെച്ചപ്പോൾ ഇത്ര ഭംഗി തോന്നുന്നില്ല. ഓക്കെ അപ്പോൾ അതങ്ങനെ. നെക്സ്റ്റ് സ്ഥിരമായിട്ട് ടെമുന്ന് വാങ്ങുന്ന ഫോൺ കവേഴ്സ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ ഫോൺ കവർ അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരാം. ഇത് എത്രയോ നാളായി. ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു 3-4 ഫോൺ കവർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ല. ഇപ്പോഴും ഞാനിതിടാം. ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷയുണ്ട് എനിക്ക് അതുപോലെ എനിക്ക് ഇഷ്ടമാവണ ഒരു കവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തപ്പി നടക്കുന്നത്. ബട്ട് ഇനി എല്ലാ പ്രാവശ്യത്തെയും പോലെ പുതിയത് മേടിച്ചാലും എനിക്ക് അതിനോട് തന്നെയാണ് ഇഷ്ടം വരിക എന്നറിയില്ല. നോക്കാം, ലെറ്റ് മീ സീ. ഇതൊരു തരം കസ്റ്റമൈസ്ഡ് ആണ്. കണ്ട ജംഷീൻ എഴുതിയിട്ട് ഹാർട്ടൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് ഒരു രസം അത്രേ ഉള്ളൂ. അങ്ങനെ ഐ ലവ് യു ഒന്നും തോന്നണില്ല, ചുമ്മാ ഇടാം. പിന്നെ വേറെ ഒരെണ്ണം. ഇത് കൊള്ളാം. ഇതൊരു ചെറിയ ഐ ലവ് യു ഒക്കെ തോന്നുന്നുണ്ട്. കാരണം ഒരു നല്ല സാധനം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈമാൻ പ്ലസ് കണ്ണാടി നോക്കും ചെയ്യാം. പക്ഷെ ഇത് ചെറിയൊരു ഐ ലവ് യു ഒക്കെ തോന്നുന്നുണ്ട്. നോക്കാം. പിന്നെ ഈ ഫോൺ ഇവിടെ ആണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റില്ല.
പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ഈ ബ്ലാക്കിനെക്കാട്ടിലും എനിക്കിതാണ് ഇഷ്ടമായത് കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഇനി പിന്നെ മെയിനായിട്ടൊരു സാധനം കണ്ട ചെറിയ സാധനമാണെന്ന് വിചാരിക്കും. അല്ല ഗൈസ്, ഞങ്ങളിവിടുത്തെ വൈഫൈ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതൊരു ഒട്ടും എസ്തെറ്റിക് അല്ലാണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി നോക്കി വെച്ചിരിക്കുന്നത്. പ്രാവശ്യം 2 കൽപ്പിച്ചങ്ങ് മേടിച്ചു. മറ്റേ വൈഫൈക്ക് മറ്റേ ആ വൈഫൈനെ മോഡം ഫിറ്റ് ചെയ്യണ സാധനം ഇങ്ങനെ ചുമരിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട്? പിന്നെന്താ, പിന്നെ ഒരു ഗ്ലാസും കൂടി. എനിക്കറിയില്ല എന്തിനാ, അത് കണ്ടപ്പോൾ മേടിച്ചതാ. നോക്കാം. അടിപൊളി, നല്ല ക്വാളിറ്റി, എല്ലാവരും മഞ്ഞമയം. അടിപൊളി അടിപൊളി, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല ക്വാളിറ്റി കാണുന്നുണ്ടോ? അടിപൊളി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഈ ഡ്രസ്സിൽ രസം ഉണ്ടാവില്ല, പക്ഷെ കൊള്ളാം. ഇത് കൊള്ളാട്ടോ, ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് എനിക്ക് ടെമ്പോന് ഇഷ്ടം. ചിലത് പാളിപ്പോവും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് അതിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരെണ്ണം കിട്ടും. അതുപോലെ നമുക്ക് അങ്ങനെയൊക്കെ. പിന്നെ ഒരെണ്ണം കുറേ റീല് കണ്ടു ഞാൻ. റീലെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് റീല്. അതായത് നമ്മൾ സ്കാർഫ് വെക്കുമ്പോൾ എന്താ ഇങ്ങനെ തലേൻ്റെ മുകളിൽ വെക്കാനായി. ഇത് ഇങ്ങനെ, അയ്യോ ഇങ്ങനെ, അങ്ങനെ, അയ്യോ ഇങ്ങനെ അല്ല, ഇങ്ങനെ, എങ്ങനെയോ ഇങ്ങനെ വെക്കാനാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ സ്കാർഫ് സ്ലിപ്പായി പോവില്ല എന്നാണ്. ആവോ, നോക്കാം. ചുമ്മാ മേടിച്ചാൽ നോക്കാമല്ലേ, വർക്കാവില്ലേ നോക്കാം. കാരണം എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും അയ്യോ അങ്ങനെ സ്ലിപ്പായി പോകാണ്ടിരുന്നത് നല്ല സുഖമാണല്ലോ എന്നൊക്കെ. അപ്പോൾ അത് വർക്കാവും നോക്കാം. അതുപോലെ ഈ സ്കാർഫുമായി ബന്ധപ്പെട്ട് ഞാൻ മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ കാണുന്നില്ലല്ലോ. ഒരു സ്കാർഫിൽ ഫിറ്റ് ചെയ്യണ മാഗ്നറ്റ് എന്നുവെച്ചാൽ എപ്പോഴും ഈ പിന്നല്ലേ കുത്തി വെക്കുന്നേ. അപ്പോൾ സ്കാർഫിൽ കുത്താൻ വേണ്ടിയിട്ട് ഞാൻ മാഗ്നറ്റ് മേടിച്ചു. എവിടെയോ പോയിട്ടുണ്ട്, നോക്കാം. പിന്നെ ഞാൻ മേടിച്ചത് ബാഗ്. അതാ മാഗ്നറ്റ്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. നോക്കാം. ഇങ്ങനെ ഒരു 4 ഉണ്ട് മാഗ്നറ്റ്. ഇങ്ങനത്തെ മാഗ്നറ്റ്സ് നോക്കാം. ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാലോ. അയ്യോ, മാഗ്നറ്റ് ഓക്കെയാണ്, ആവുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇങ്ങനെ വലിച്ചാൽ അത് പൊട്ടിപ്പോരോ എന്നുള്ളതേ ഉള്ളൂ. ഈ നമ്മൾ സേഫ്റ്റി പിൻസ് കുത്തുന്നതിന് പകരം ഇങ്ങനെ. അടിപൊളി, കൊള്ളാം. അങ്ങനത്തെ ഒരു 3-4 ചുമ്മാ നോക്കാം, വർക്കാവുക നോക്കാം. കാണുമ്പോൾ എന്താ അറിയുമോ, നമ്മളിത് വർക്കാവില്ല അറിയില്ലല്ലോ. വർക്കാവില്ലെങ്കിൽ പിന്നെ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരു നഷ്ടബോധം തോന്നില്ലല്ലോ. ഇതൊരു എസ്തെറ്റിക് കുഞ്ഞി ബാഗ്. ഞാൻ കുറച്ചായി ഇത് നോക്കുന്നു. ഇത് ഞാനിവിടെ ഷോപ്പിൽ നോക്കിയ സമയത്ത് എനിക്കിത് കണ്ടൊന്നുമില്ല. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം? കുറച്ചുകൂടി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാ? എന്തായാലും ഇതിങ്ങനെയായിരിക്കും, ലൈക്ക് ദിസ് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാണിത്, ഞാൻ നോക്കട്ടെ ഒന്ന്. ബൈ ഫിക്സ്ഡ് എസ്തെറ്റിക്. ഇങ്ങനത്തെ ഈ ബോ എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രം ഇത് എടുത്തത്. അങ്ങനെ പിന്നെ എല്ലാം കൂടെ ബ്രോക്കണായി. പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ നന്നാക്കും പിന്നെയും കേടുവരും, പിന്നെ നന്നാക്കും പിന്നെയും കേടുവരും എന്ന് വെച്ചാൽ. അപ്പോൾ ഒരിപ്രാവശ്യം അവർ പറഞ്ഞത് മീൻസ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ താഴ്ന്നല്ലേ ഇരിക്കണേ. അപ്പോൾ താഴ്ന്ന് നിൽക്കുമ്പം വെള്ളം തട്ടി അതിൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഉള്ളിലേക്ക് വെള്ളം കയറി എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും എനിക്ക് മാത്രം വാങ്ങുന്നല്ലേ. അപ്പോൾ ഞാൻ വെച്ചു വീടിന് ഉപകാരമുള്ള എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാഷിംഗ് മെഷീൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊഡക്റ്റീവ് അല്ലേ, ഭയങ്കര പ്രൊഡക്റ്റീവാണ്. അതുപോലെ ഉപകാരമുള്ള എന്തോ കൂടി മേടിച്ചു. അതായത് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഗീ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്
ബ്രഷ് എടുക്കും തേക്കും, പിന്നെയും ബ്രഷ് മാറ്റും, കഴുകും, അടക്കും. ഭയങ്കര ചടങ്ങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് 30 കിടന്നതിൻ്റെ ലക്ഷണമാണോ ഇത്? പാത്രത്തിനോടൊക്കെ ഒരു ക്രേസ്. ഇങ്ങനെ ഇതിൽ നെയ്യിട്ട് വെക്കാം. ശേഷം അയ്യോ ഓ ഇതിപ്പോൾ ഇങ്ങനെ ആക്കണോ? ഓ ഇത് ഒരു ചടങ്ങാട്ടോ. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഇതിൽ ഫിക്സ്ഡ് ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് വെക്കാമല്ലോ ഒന്ന്. നോക്കാം, ഒരു രസം. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാൻ നല്ല ഷോർട്സ് ചുമ്മാ നോക്കിയപ്പോൾ കണ്ടതാ, ട്രയൽ പോലെ മേടിച്ചു നോക്കി. നല്ല പ്രിൻ്റുള്ള ഷോർട്സ് കണ്ടപ്പോൾ കുറച്ച് ഷോർട്സ് മേടിച്ചു. ആക്ച്വലി ഇതിലാണ് സൈസ് മാറിപ്പോയത്. ഇത് ആക്ച്വലി ഫിറ്റാണ്. ഇതിൻ്റെ തന്നെ ഞാനൊരു 8 നോക്കി മേടിച്ച് 2 സെറ്റായിട്ട് മേടിച്ചു. അപ്പോൾ ഈ സെറ്റ് കറക്റ്റായി. അടുത്ത സെറ്റ് മേടിച്ചത് നല്ല വലുതായിപ്പോയി. എന്ത് ചെയ്യൂ? ഇവരാണെങ്കിൽ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. ഇത്ര വലുത് എന്ത് ചെയ്യാനാണ്? ഇനി നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്ര വലുപ്പം മീൻസ് കുറച്ചുകൂടി വലിയ കുട്ടികളുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അങ്ങനെ പിന്നെ ഇതൊന്നുമല്ല മക്കളെ. ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കഴിഞ്ഞല്ലോ. ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അതായത് ഇത് പറയണമെങ്കിൽ വലിയ സ്റ്റോറി പറയണം. അതായത് ഇന്നനെക്കുറിച്ച് പറയണം. ഇന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവർക്കോ അല്ലെങ്കിൽ എന്നെ പരിചയമുള്ളവർക്ക് കണ്ടുമടുത്ത മുഖമായിരിക്കും ഇന്ന. അതായത് അവളെ പേര് ഇനായ എന്നാണ് ഫുൾ നെയിം. ഇനായനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസ്നൻ്റെയും റാഫിഖാൻ്റെയും മോളാണ് അവൾ. മോനാന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, മോനും കൂടെയാണ് അവൾ. അവൾക്കിപ്പോൾ 6 വയസ്സേ ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു അവളല്ലേ ഒറ്റ പെൺകുട്ടിയുള്ളൂ, ബാക്കിയൊക്കെ ആൺപിള്ളേരായിരുന്നു ആ സമയത്ത്. ഇപ്പം ചുറ്റും അടക്കം മൊത്തം ആൺകുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആകെ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ജില്ലയായിട്ട് ജീവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ കൂടെ താര, ഇവ, പിന്നെ ഇപ്പോൾ ചെറുതിൽ വരുന്നു ബേബി, അങ്ങനെ കുറേ പെൺകുട്ടികൾ വന്നു. പക്ഷേ ഏതൊക്കെ പെൺകുട്ടികൾ വന്നാലും ഇവളുടെ തട്ട് താന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പോൾ ഇവളെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മന്തല്ല February 2. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു ഒരു കസ്റ്റമൈസ്ഡ് ബാഗ് വിത്ത് ഒരു കീ ചെയിൻ എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഐൻ്റെ സ്ഥലത്ത് ഞാൻ എല്ലാം കൊടുത്ത്. അങ്ങനെയല്ല, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എല്ലിന് പകരം ഞാൻ സ്മോൾ ലെറ്ററിൽ എഴുതി. അപ്പം LNAY. അപ്പം അവർ തന്നപ്പോൾ എനിക്ക് LNAY എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, എല്ലിനായ. അങ്ങനെ എനിക്ക് ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്തോ ഷുട്ടൂനെ കൊണ്ട് എന്തോ അലർച്ചിലുള്ള സാധനം മേടിച്ചിട്ട് എന്തോ ടിഫിൻ ബോക്സും പിന്നെ ഒരു ഡയറി അങ്ങനെ എന്തോ അവനെ കൊണ്ട് ജസ്റ്റ് കൊടുപ്പിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും റിട്ടേൺ കൊടുത്തു. ആ കൊണ്ടുവന്നത് റിട്ടേൺ കൊടുത്ത് രണ്ടാമത് ഓർഡർ ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് സാധനം കിട്ടുന്നത്. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്നും പറഞ്ഞാൽ ചെറുതായി പോവും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കസ്റ്റമൈസ്ഡ് ബാഗ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. ഷുട്ടൂനെ എവറൻ എന്ന് പറഞ്ഞൊരു ബാഗ് ചെയ്തിട്ടുണ്ട്. അത് എംബ്രോയിഡറി ആയിരുന്നില്ല, അത് എംബ്രോയിഡറി ആയിരുന്നു, ബട്ട് ഒറ്റ കളറിലുള്ള എംബ്രോയിഡറി ആയിരുന്നു. ഇതങ്ങനെയല്ല. എന്താ ഭംഗി നോക്കിയേ, എന്താ ഭംഗി. നായ ഈ ഫ്ലവറൊക്കെ നോക്കിയേ, എന്താ രസം. ഇത് നോക്കിയേ, അടിപൊളി സാധനം. 5 റിയാലെങ്ങാണ്, 5.4 അങ്ങനെ എന്തോ ആയിരുന്നു. ബട്ട് എന്താ രസം. ബാഗിൻ്റെ ക്വാളിറ്റി ഓൾസോ നല്ല അടിപൊളി സാധനം. എന്നിട്ട് ഉള്ളിൽ ഒറ്റ അറിയുള്ളൂ. ബട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിതിങ്ങനെ നോക്കിയിരിക്കുന്നു. ഇതൊക്കെ കൊടുത്തിട്ടില്ല, കൊടുക്കണം. അത് ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ഒക്കെ കൊടുക്കണ വീഡിയോ. അങ്ങനെ പിന്നെ എന്താ അതിലുള്ളത്? പിന്നെ ഇതും ഒരു ബാഗിൽ ക്ലിപ്പ് ചെയ്യാനൊരു കീച്ചെയിൻ അവളെ പേരിൽ. അങ്ങനെ ഐ ആം സോ മച്ച് എക്സൈറ്റഡ് ഇതൊക്കെ കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ കാണാൻ. വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇവളെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പറഞ്ഞാൽ തീരില്ല എന്നൊക്കെ പറയില്ല. അങ്ങനെ അതായത് അപ്പോൾ ഇവളൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ കുട്ടിയാണെങ്കിൽ കൂടെയും അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം ഒരാളെ പോലെയാണ്, എൻ്റെ സ്വന്തം ആളെ പോലെ തോന്നും എനിക്ക്. അതുകൊണ്ട് തന്നെ നല്ലോണം ചീത്തയും ഞാൻ പറയും, ചിരിക്കും ചെയ്യും, കുറേ കരയിപ്പിക്കും ചെയ്യും. അങ്ങനെ ഭയങ്കര ഒരു വികാരമാണ്. അറിയില്ല, എന്ന് വെച്ചാൽ ഒന്നാമത് അവളെ ചെറുപ്പത്തിലേ കുഞ്ഞ് എടുത്ത് നടക്കുന്ന പ്രായത്തിൽ മുതൽ കണ്ട് ഇത്രയും 6 വർഷമായിട്ട് കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം എനിക്കൊരു നമ്മുടെ എളാപ്പാൻ്റെ മക്കൾ എന്നൊക്കെ പറയില്ലേ, മൂത്താപ്പൻ്റെ മക്കൾ, അതുപോലെ എനിക്ക് തോന്നുക. അങ്ങനെ
ഫ്രണ്ടിൻ്റെ മുകളിൽ നിന്നൊന്നും ഞാൻ പരിചയപ്പെടുത്താറ്. എനിക്ക് ശരിക്കും എൻ്റെ എളാപ്പാൻ്റെ കുട്ടീനെ പോലെ തോന്നുക. അങ്ങനെയൊക്കെയാണ് അവസ്ഥ, പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ഞാൻ ചുമ്മാ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ആക്ച്വലി വേറൊരെണ്ണം കൂടെ ഞാൻ ഒരു കവർ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്, എന്തായാലും ഇത് ഇന്നൊക്കെ കൊടുക്കും ചെയ്യണ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാലോ, വൈ നോട്ട്. ഇനിയൊരു 6 വയസ്സ് കഴിഞ്ഞ് അവളുടെ 12th ബർത്ത്ഡേക്ക് അവൾക്ക് ഇത് കാണാമല്ലോ. ജംഷി ആൻറ്റി എന്താ തന്നതെന്ന്. ബൈ ദ ബൈ അതുവരെ എല്ലാവരും എന്നെ ജംഷി എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു. ഇവള് വന്നതിന് ശേഷമാണ് എന്നെ ജംഷി ആൻറ്റി എന്നായി. പിന്നെ വരുന്ന എല്ലാ മക്കളും പിന്നെ ജംഷി ആൻറ്റി ആക്കി. അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തത്. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇമോഷൻസ് അല്ല, അവരുടെ എക്സ്പ്രഷൻ എനിക്ക് ഈ വീഡിയോയിൽ വേണം. എനിക്കത് ഒരുപാട് നാൾ എനിക്ക് കാണണം. അവൾ 7 വയസ്സാകുമ്പോൾ 8 വയസ്സ് അവളെ കെട്ടിക്കുമ്പോൾ അവൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വരെ എനിക്കത് കാണിച്ചു കൊടുക്കണം അവൾക്ക്. അങ്ങനെ എനിക്കിപ്പോൾ ആക്ച്വലി ഒരു റിഗ്രറ്റ്സ് ഒക്കെ വരും, എന്തുകൊണ്ട് ഞാനിത് നേരത്തെ തുടങ്ങിയില്ല. അങ്ങനെയാണ് എനിക്ക് മീൻസ് 6 വയസ്സിന് മുമ്പുള്ള അവളുടെ വീഡിയോസൊക്കെ എനിക്കിതിൽ കിട്ടുമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയത് പറയണ ആവശ്യമില്ല. അടിപൊളി പേക്കൂടോ 5 റിയാലിനൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി, കൊള്ളാം അല്ലേ, അത്രയ്ക്കുള്ളൂ. അങ്ങനെയൊക്കെ അപ്പം ഇനി അവൾക്ക് കൊടുക്കുമ്പോൾ വീഡിയോ കാണാം. ഹല്ല ഇതാരാണ്? ഇന്നയാണ് നമ്മളെ കൂടെ നിന്നുള്ളത്. ഇത് എന്തിനാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണതെന്ന് അറിയോ? ഇതിപ്പോ എന്തിനാ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യണത്? ജംഷാനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് അറിയില്ലേ? ഇത് ജംഷാനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് എങ്ങനെയാണ് ഇന്നൊക്കെ അറിയണത്? ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ഷോർട്സിൽ ജംഷാനും ഇമ്മയും കൂടിയിട്ട് ട്രിപ്പ് പോയ ഫോട്ടോ ഞാൻ കാണുന്നു. ട്രിപ്പ് പോയ ഫോട്ടോ? ഏത് ട്രിപ്പ് പോയ ഫോട്ടോ? നമ്മള് ബീച്ചിൽ പോയില്ലേ, കൺമണിയാൻ ഖദീജ, ഞാൻ കണ്ടു. ഓക്കെ. അപ്പൊ നമ്മുടെ കൂട്ടത്തില് അപ്പൊ ഞാന് താഴത്ത് നോക്കിയപ്പോ ഇതാ ജംഷാനിന്റെ ഫോട്ടോവും നെയിമും. മീമോ? ഓക്കെ. അതായത് നമ്മുടെ കൂട്ടത്തില് ഈ യൂട്യൂബ് ചാനൽ ഉള്ളത് അറിയണ ഒരാൾ ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഇന്ന് നമ്മള് അതായത് ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു, February 2nd അല്ലേ? 6 years old ആയോ അതോ 7 years old? 7 years old ആയി. കുറെ ഗിഫ്റ്റ് കിട്ടിയില്ല. ജംഷാന്റെ തന്നത് ലഞ്ച് ബോക്സും പിന്നെ എന്തൊരു ലോക്കിലെ ബുക്കും ലബൂബു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടമല്ല സാധനങ്ങളാണ്, എനിക്ക് ലബൂബു ഇഷ്ടമല്ല. വേറെന്തൊക്കെയാ എനിക്ക് ഇഷ്ടമല്ലാത്തത്? ലഞ്ച് ബോക്സ് ഒരു ഫുൾ ലഞ്ച് ബോക്സ്. പിന്നാണോ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ലഞ്ച് ബോക്സ് ആയിരുന്നില്ല. അത് ചൂടുള്ള ഭക്ഷണം ഇന്നൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു തരം ലഞ്ച് ബോക്സ് ആയിരുന്നു അത്. നമ്മളത് കസ്റ്റമൈസ് ചെയ്ത ലഞ്ച് ബോക്സ് ആയിരുന്നു. അതായത് അപ്പൊ എങ്ങനെ അതിൽ ചൂട് വെക്കുന്നത്? അതിന്റെ ഉള്ളിൽ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് എന്തിന്റെ ഉള്ളില് ഒരു കുന്തയില്ലേ, ഒരു വൈറ്റ് സാധനോ, അതിനുള്ളിൽ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ഫുഡ് ചൂടായിട്ടിരിക്കും. അത് കിടന്നിട്ടെ. അപ്പൊ ഓക്കെ, നീ പിരിച്ചിരിക്കില്ല. അപ്പൊ അതായത് അപ്പൊ ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ആക്ച്വലി അത് ജംഷാനിന്റെ ഗിഫ്റ്റ് ആയിരുന്നില്ല, ഷുട്ടുവിന്റെ ഗിഫ്റ്റ് ആയിരുന്നു. ഓ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അത്രയും സ്റ്റാൻഡേർഡ് കൂടിയത്. ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി താഴെ വന്നേനെ. അപ്പൊ ഞാൻ ആക്ച്വലി ഇന്നൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേന്റെ ഗിഫ്റ്റ്. ഇപ്പൊ റമദാനായി, റമദാന്റെ സമയത്താണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. 2 ആഴ്ച എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഫെബ്രുവരി മന്താണെങ്കിലും സെക്കൻഡിലാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നത്. ശരിക്കും തരുന്നത് ആ ദിവസമാണ്. പിന്നെ എന്താ റമദാൻ മാസത്തില് തരുന്നത്? അതെ, റമദാൻ മാസത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന നോമ്പെടുത്തു വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടാം. ഇത് ഫസ്റ്റ് നോമ്പെടുത്തതിന് വേണ്ടി ജംഷി ആൻറ്റി ഇന്ന് ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, എന്തായിരിക്കും ഗിഫ്റ്റ്? ഇന്നെന്റെ ഒരു സങ്കല്പത്തിൽ എന്തായിരിക്കും ഗിഫ്റ്റ്? ജംഷാനിന്റെ മുഖം. സീരിയസ്ലി ഈ ജെൻസിക്കാരുടെ വർത്താനമാണിത്.
ജെൻസിലല്ലോ ഇവരെന്തുവാ ജെന്നാൽഫിൽ കസ്റ്റമൈസ് ചെയ്താണോ ഓപ്പൺ ചെയ്യത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തുറന്നാൽ മതി. എന്നാ കീ ചെയ്യുന്നു കസ്റ്റമൈസ് ചെയ്ത് കീ ചെയ്യുന്നു Not that much. ഇത് ആക്ച്വലി അത് രസമുണ്ട്. എന്താ ഇവിടുക്ക് INAYA സ്പെല്ലിംഗ് പോലും തെറ്റിയിട്ടില്ല. സ്പെല്ലിംഗ് തെറ്റിയില്ലെങ്കിലും എനിക്ക് ഫുൾ നെയിം വേണം. ഇതെന്താ ഇനായ മാത്രം. പിന്നെന്താ ഇങ്ങനെന്താ ഫുൾ നെയിം വേണം. ആക്ച്വലി എന്താ പറയുക, ഇത് അടിപൊളിയാണ്. പക്ഷെ തൂക്കിയിടാൻ എനിക്ക് ബാഗ് ഉണ്ടോ? ഏതുള്ള ബാഗ്? ഞാൻ ബാഗില്ല സ്കൂളിൽ പോകും. ആ ഏത് ബാഗാണ് നിനക്കുള്ളത്? ബാക്ക് പാക്ക് ഉണ്ടോ? ബാഗ് ഉണ്ടോ നിനക്ക് തൂക്കിടാന്? സൈഡിലുള്ള ഒരു റെഡ് ബാഗ് ഉണ്ട് അല്ലേ? റെഡ് കളറിന്റെ ബാഗ് ഉണ്ട്. അത് മിസ്സിംഗ് ആയി. പക്ഷെ പിന്നെ എന്നാലും വേറൊരു ബാഗ് ഉണ്ട്. കൊറേ ബാഗ് എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. വേറെ ഏത് ബാഗപ്പ് ഉള്ളത്? എന്തോ ഞാനൊരെണ്ണം മിന്നുക്ക് കൊടുത്തു. വേറെ ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. ഏത് കളറാണ് ബാഗ്? പർപ്പിൾ. പർപ്പിൾ ഇപ്പൊ ഇതിന് ഇതിന് മാച്ച് ആവോ? പർപ്പിൾ ഇപ്പോ സൺഫ്ലവർ അല്ലേ, മാച്ചാവും. വൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഗ്രീനും ഉണ്ട്. ഗ്രീനും ഉണ്ട്. അപ്പൊ അത് മതി അല്ലേ? അതിൽ നമുക്ക് തൂക്കിയിടാം. അപ്പൊ താങ്ക് യു ജംഷാൻറ്റി ഒക്കെ പറ കേക്കട്ടെ. താങ്ക് യു ജംഷാൻറ്റി. ഓക്കെ, വെൽക്കം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇപ്പൊ ജംഷാൻറ്റിന്റെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇത് ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ്. സംതൃപ്തിയാണോ? ഇംഗ്ലീഷ് എന്താ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൂനൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഇന്നൂന് ആക്ച്വലി ഞാൻ ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഇന്നു പറഞ്ഞു സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നു പറഞ്ഞു സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊക്കെ വാങ്ങിയ നിലക്ക് ഇന്നൂനൊരു ബാഗ് മേടിക്കാം. അപ്പൊ അങ്ങനെ ഇന്നൂന് ഞാൻ ആക്ച്വലി ഒരു ബാഗ് എനിക്ക് ഹാങ് ചെയ്യില്ല. ഇന്ന് ഇങ്ങോട്ട് വരുന്നാ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നൂന് ഇവക്ക് ഇത് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഇന്നൂന് ബാഗും കൂടെ കൊടുക്കാലോ. അങ്ങനെയൊക്കെ സർപ്രൈസ് ചെയ്ത് വന്നില്ല അല്ലേ? നിസ്കരിക്കാൻ പോയി. അതെ, അതുകൊണ്ട് നമ്മള് ഇന്നൂന് ഒരു ബാഗ് വാങ്ങി. Oh my God! എങ്ങനെയുണ്ട്? തോക്ക് ഞാൻ ഓക്കെ, എന്നാ നീ ഇത് നോക്ക്. എങ്ങനെയുണ്ട്? രസമുണ്ട്. തുറന്ന് നോക്ക്. ഞാൻ പിടിക്കാ. എങ്ങനെയുണ്ട് നോക്ക്. ഉള്ളു കാലിയാണ്. ഞാൻ ഉള്ളിലുള്ള അറ നോക്കുന്നാ പറഞ്ഞത്. അപ്പൊ ഇന്നെ പറ, എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം കാണിച്ചത്. ഞാൻ ഉള്ളിലേക്ക് ഈച്ചാണെങ്കിൽ ഉള്ളിൽ വെച്ച ഞാൻ ആദ്യം ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ചെയ്തത്. എന്ത് ചെയ്യാൻ പ്രാങ്ക് ചെയ്തില്ല. ഞാൻ ആദ്യം കീ ചെയിൻ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേ? ഇത് ആക്ച്വലി ജംഷാൻറ്റി ബർത്ത്ഡേന്റെ അന്ന് ഓർഡർ ചെയ്തായിരുന്നു. അന്നത്തേക്ക് അന്ന് ഞാൻ കൊടുത്തപ്പോ ജംഷാൻറ്റി കൊടുത്ത സ്പെല്ലിങ് മാറിപ്പോയി. അപ്പൊ എന്തായിരുന്നു സ്പെല്ലിംഗ്? എന്തായിരുന്നു? ഇപ്പൊ എങ്ങനെയാ പറയാ? സ്പെല്ലിംഗ് എന്തായിരുന്നു പറ. ഞാന് ഫസ്റ്റ് ലെറ്റർ ഇവര് ക്യാപിറ്റൽ ആണ് എഴുതുന്നത്. അപ്പൊ ഞാൻ ഈനായ തന്നെ കൊടുത്തു. പക്ഷെ ഫസ്റ്റ് ലെറ്റർ ഞാൻ ഒരു ലൈനാണ് വരച്ചത്. ജസ്റ്റ് വൺ ലൈൻ. വേറെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അത് എല്ലാന്ന് വെച്ചിട്ട് LNAYA എന്ന് അടിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ അവസാനം ഞാൻ ഇത് റിട്ടേൺ കൊടുത്ത് രണ്ടാമത് ഓർഡർ ചെയ്ത് മാറി വന്നു. ഞാനൊരു മഹാ അബദ്ധം അത് വിചാരിക്കുന്നത്. ഞാൻ മുക്കിയതാ. രണ്ടാമത് അടിച്ചു വന്നപ്പോ ഇത്തിരി നേരം വൈകി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫെബ്രുവരി ഫിനിഷ് ആയിട്ടില്ലല്ലോ. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ല, എനിക്ക് ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടു. സ്റ്റിച്ചിങ്ങും കളേഴ്സും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പൂവാ. അടിപൊളി പൂ. അത് സ്റ്റിച്ച് ചെയ്തതല്ല. അതെ,
ജംഷാന്റെ ഫസ്റ്റ് പറഞ്ഞത് ചോദ്യം ചോദിക്കുന്നല്ലേ? അതൊക്കെ പ്രാങ്കാണ്. ഞാൻ തന്നെ ഇവിടെ ഇരുത്താൻ വേണ്ടി ചെയ്ത പ്രാങ്ക് ആയിരുന്നു അതൊക്കെ. പ്രാങ്ക് ചെയ്തോണ്ടിരുന്നോ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ശുഭം ബായ് പറയുന്ന ബൈ. 1 2 3 ബൈ.